മലങ്കര സഭയിലെ ഏറ്റവും വലുതും അതുപോലെ തന്നെ പുരാതനവുമായ ഭദ്രാസനങ്ങളിൽ ഒന്നാണ് തുമ്പോൺ ഭദ്രാസനം. അങ്ങനെയാണ് നമ്മൾ, കാരണം ഏകദേശം 80ഓളം പള്ളികൾ, ഉവ്വ. 80 പള്ളികൾ അതെ. കൃത്യമായി പറഞ്ഞാൽ. അതെ. അതിൻ്റെ 110ഓളം വൈദികർ അതെ, ആക്റ്റീവായിട്ട്. അപ്പം ഇത്രയും പേര് ഉള്ള ഒരു ഭദ്രാസനമാണ് മലങ്കര സഭയ്ക്ക് അഭിമാനമായ ഒരു ഭദ്രാസനമാണ് തുമ്പോൺ ഭദ്രാസനം. എനിക്ക് തോന്നുന്നു പരിമല തിരുമേനി ഉൾപ്പെടെ ഉള്ളവർ ഈ ഭദ്രാസനത്തിന്റെ ചുമതല വഹിച്ചിട്ടുണ്ട്. അതെ. ഇല്ലേ? അതെ. എനിക്ക് തോന്നുന്നു അതുപോലെ തന്നെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിച്ചതിലും പരിമല തിരുമേനി സ്ഥാപിച്ച സ്കൂളുണ്ട്. അങ്ങനെയൊക്കെ തുമ്പോൺ സ്കൂള്. അങ്ങനെയൊക്കെ ഒരുപാട് പ്രത്യേകതകളുള്ള മലങ്കര സഭ മക്കൾക്ക് എന്നും അഭിമാനം കൊള്ളുന്ന ഒരു ഭദ്രാസനമാണ് തുമ്പോൺ ഭദ്രാസനം. ഈ തുമ്പോൺ ഭദ്രാസനത്തിൽ തിരുമേനി ഇതിന്റെ ചുമതലയിൽ വരുന്നത് എനിക്ക് തോന്നുന്നു 2 വർഷം 2023 സെപ്റ്റംബറിലാണ് തിരുമേനി വരുന്നത്. തിരുമേനി വന്നതിന് ശേഷം ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ചെയ്യാൻ സാധിച്ചു, അല്ലേ? അതെ. ഈ ഏറ്റവും ഒടുവിൽ ഈ കാണുന്ന ഓഫീസ് മന്ദിരം, എനിക്കൊന്ന് പണ്ട് ഇവിടെ ഒരു ചെറിയ കെട്ടിടം ഉണ്ടായിരുന്നെന്ന് തോന്നുന്നു. സ്ട്രക്ചർ ഇതുപോലെ ഉണ്ടായിരുന്നു. പഴയതായിരുന്നു. സ്ട്രക്ചർ നമ്മൾ മാറ്റിയിട്ടില്ല. ഇന്റീരിയറും പിന്നെ കുറച്ച് എക്സ്റ്റേണൽ ഒരു എസ്തെറ്റിക് ബ്യൂട്ടി ഉണ്ടാക്കിയതാണ്. അങ്ങനെയാണ് നമുക്ക് തോന്നുന്നത്. ഒരു പുരാതനമായ ഒരു ഇത് നമ്മൾ കയറി വരുമ്പോൾ തന്നെ ആ ഒരു ഫീലിംഗ് നമുക്ക് കിട്ടുന്നുണ്ട്. തന്നെയല്ല, തിരുമേനിയെ കാണാൻ വരുന്നവർക്കും ഒക്കെ സൗകര്യമായിട്ട് കാണാനും, അതുപോലെ തന്നെ അത്യാവശ്യം ഓഫീസൊക്കെ നല്ലോണം പ്രവർത്തിക്കാനും. അത് ഇതിനകത്ത് ഗസ്റ്റ് റൂമൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു, അല്ലേ? ഉണ്ട്. എത്ര ഗസ്റ്റ് റൂം ഉണ്ട്? 2 ഗസ്റ്റ് റൂം ഉണ്ട്. ഒരു ഓഡിറ്റോറിയം ഉണ്ട്. ഉണ്ട്. എത്ര പേർക്ക് ഇരിക്കാൻ പറ്റുന്നത്? 200 പേർക്ക് ഇരിക്കും. AC ഓഡിറ്റോറിയം. ആ ഓഡിറ്റോറിയം കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? അത് ഇവിടുത്തെ നമ്മുടെ ഭദ്രാസനത്തിലെ മീറ്റിങ്ങുകൾ നടത്തുക എന്ന് മാത്രമാണോ? പുറത്ത് നമ്മുടെ എന്തെങ്കിലുമൊക്കെ ഫംഗ്ഷന് കൊടുക്കാനോ? ഇല്ല, ഉദ്ദേശിക്കുന്നില്ല. കാരണം ഈ നമ്മുടെ എല്ലാ മീറ്റിങ്ങുകളും ഇവിടെ നടത്തിക്കൊണ്ടിരുന്ന ചാപ്പലില്ല. എനിക്ക് വ്യക്തിപരമായിട്ട് അതിനോട് യോജിപ്പുള്ള ആളല്ല. കാരണം ചാപ്പൽ ആരാധനയ്ക്കും ധ്യാനത്തിനും ഉപയോഗിക്കേണ്ട ഒരു സ്ഥലമാണ്. അത് മീറ്റിങ്ങുകൾ കൂടാൻ വേറെ നിവൃത്തിയില്ലെങ്കിൽ ഉപയോഗിക്കാവുന്നത്. ഇവിടെ ധാരാളം മീറ്റിങ്ങുകൾ, ആത്മീയ സംഘടനകളുടെ മീറ്റിങ്ങുകൾ, അതുപോലെ കമ്മിറ്റികൾ, ഒത്തിരിയധികം മീറ്റിങ്ങുകൾ. അപ്പം അതിനൊരു പെർമനന്റ് സ്ഥലം വേണം എന്നുണ്ടായിരുന്നു. ഇവിടെ ഫിലിപ്പോസ് മാർ യോസേഫ് തിരുമേനി ഉണ്ടാക്കിയ ആ കെട്ടിടത്തിൽ ഇതെല്ലാം ഉണ്ടായിരുന്നു. അതൊരു ഓഡിറ്റോറിയത്തിന്റെ സ്ഥലം തന്നെയായിരുന്നു. പണ്ട് അവിടെ ആയിരുന്നു മീറ്റിംഗ് നടന്നുകൊണ്ടിരുന്നത്. പിന്നെ അത് കാലപ്പഴക്കം കൊണ്ട് ഇങ്ങോട്ടാരും കയറാറായി. അത് ചാപ്പലിലോട്ട് മാറി. അപ്പോൾ ഓഡിറ്റോറിയം ഉണ്ട്. അതിൻ്റെ മുകളിൽ അതേ സ്പേസ് ഉണ്ട്. അതൊരു ഡോർമെട്രി ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഡോർമെട്രി ഒരു 35-40 പേർക്ക് താമസിക്കാം. ഡബിൾ. അപ്പൊ എൻ്റെ ഉദ്ദേശം ഈ ഇവിടെ എല്ലാ പ്രാർത്ഥനകളുണ്ട്. ചെറുപ്പക്കാർക്കെന്നല്ല, ആർക്കെങ്കിലും വന്നൊന്ന് താമസിച്ച് ഇവിടുത്തെ ആരാധനയിലൊക്കെ ഒന്ന് പങ്കെടുക്കണം, ഒരു ദേറാന്തരീക്ഷത്തിൽ വരണമെന്നുണ്ടെങ്കിൽ അതിനോടാണ് അത് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഇവിടെ ഈ ക്യാമ്പുകളൊക്കെ ഉണ്ട് നമുക്ക്. പക്ഷെ 40 പേരെയും കൊണ്ടൊക്കെ നമുക്ക് ഒരു ക്യാമ്പ് നടത്താനൊക്കത്തില്ല. എങ്കിലും മിനി ക്യാമ്പുകൾ പ്രധാനമായും ചെറുപ്പക്കാരെ ഉദ്ദേശിച്ചാണ് അത് ചെയ്തിരിക്കുന്നത്. അവരിവിടെ വരണം, അവരിവിടെ ആരാധനയിൽ സംബന്ധിക്കണം, സഭയിലെ കാര്യങ്ങളിൽ ഇൻവോൾവ് ആകണം. അപ്പോൾ അവർക്ക് താമസിക്കാനുള്ള ഒരു ഫെസിലിറ്റി വരുന്നുണ്ട്. ഈ ഓഡിറ്റോറിയം കൊണ്ട് നമുക്കൊരു റവന്യൂ ജനറേറ്റ് ചെയ്യുക. അങ്ങനെ വന്നാൽ ഈ അന്തരീക്ഷം പോകും, അതൊരു കൊമേഴ്സ്യലായി പോകും. നമുക്ക് ഇതിനകത്ത് ആത്മീയ അന്തരീക്ഷമാണ്. ഇപ്പൊ തന്നെ ഞാൻ സ്ട്രഗിൾ ചെയ്യുന്ന ഒരു മേഖലയുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ഇതൊരു ബേസിൽ ദേറ, അതിൻ്റെ കൂട്ടത്തിലാണ് ഭദ്രാസന അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസ്. അപ്പൊ ഇത് രണ്ടും കൂടെ അങ്ങനെ ചേരത്തില്ല. പിന്നെ നമുക്ക് വേറെ തൽക്കാലം ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് വർഷങ്ങളായിട്ട് ഇതിങ്ങനെ തുടരുന്നു. ഇവനിപ്പോൾ പറഞ്ഞു ആരാധനാലയങ്ങൾ, പ്രാർത്ഥനാലയങ്ങൾ, ധ്യാന മന്ദിരങ്ങൾ, അവിടെ മീറ്റിങ്ങുകൾ കൂടുന്നതിനകത്ത്
തിരുമേനിക്ക് വലിയ അഭിപ്രായമില്ല, തിരുമേനി അതിനെതിരാണെന്ന് ഒരു കമന്റ് തിരുമേനി പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഈ പള്ളികളിൽ കൂടുന്ന പൊതുയോഗങ്ങളും അവിടെ കൂടുന്ന ഈ കലാമത്സരങ്ങളും ഇപ്പം വന്ന് ഓണസദ്യ വരെ പള്ളിക്കകത്ത് നടത്തിയ സംഭവം കഴിഞ്ഞ ഓണത്തിന് നമ്മൾ സോഷ്യൽ മീഡിയയൊക്കെ കണ്ടു. അപ്പോൾ അതിനെക്കുറിച്ച് തിരുമേനിക്ക് എന്താ പറയാനുള്ളത്? നമുക്ക് ഈ പള്ളി എന്ന് പറയുന്ന ആ സ്പേസിനെ കുറിച്ചുള്ള ബോധ്യം നഷ്ടപ്പെട്ടു. എന്തിനാ പള്ളി? സഭ എന്തിനാണ്? ഇത് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ്. യേശുദമ്പുരാൻ സ്ഥാപിച്ചത് സഭയാണ്. ആ സഭയിൽ വിശുദ്ധ കുർബാന പ്രത്യേകിച്ച്, അപ്പൊ അതിനൊക്കെയുള്ള ഒരു ഇടമാണ് പള്ളി എന്ന് പറയുന്നത്. നിർഭാഗ്യവശാൽ നമുക്കിപ്പോൾ അതൊരു കെട്ടിടം മാത്രമായി. ആ ഇടവും കെട്ടിടവും തമ്മിലുള്ള വ്യത്യാസം മനുഷ്യ മനസ്സുകളിൽ നിന്ന് മാറിപ്പോയതാണ് ഈ ദുരവസ്ഥയ്ക്ക് കാരണം. അതിങ്ങനെ വന്ന് അതിൻ്റെ ഈ സ്പേസിനോട് ഒരിക്കലും യോജിക്കാനൊക്കാത്ത അന്തരീക്ഷത്തിലേക്ക് കൊണ്ടുപോകാൻ മനുഷ്യന് മടിയില്ലാത്ത അവസ്ഥയായി. പൊതുയോഗത്തെക്കുറിച്ചൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. എന്തെങ്കിലും ഒരു സാധ്യതയുണ്ടെങ്കിൽ പൊതുയോഗം, പ്രത്യേകിച്ച് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അതിനകത്ത് വായും ബഹളവും ഒക്കെ പ്രതീക്ഷിക്കാവുന്നതിനാൽ പള്ളിയിൽ നിന്നും മാറ്റി ഓഡിറ്റോറിയത്തിലാക്കണമെന്നാണ് എൻ്റെ പക്ഷം. ആ സ്പേസ് ആരാധനയ്ക്കും ധ്യാനത്തിനും വചന പഠനത്തിനും മാത്രമായിട്ട് വേർതിരിക്കണം. ബാക്കിയൊക്കെ ഈ സഭയ്ക്ക് 2 തലമുണ്ടല്ലോ, അതിൽ കൗദാശിക തലത്തിൽ മാത്രം ഉപയോഗിക്കേണ്ട ഒരിടമായിട്ട് ഈ ഇടം മാറണം. ബാക്കിയൊക്കെ അതിന് വെളിയിൽ ആയിരിക്കണമെന്നാണ് എൻ്റെ പക്ഷം. അതിൻ്റെ പ്രധാന കാരണം ഇതാണ്, നമുക്ക് ഈ ബോധ്യം നഷ്ടപ്പെട്ടു. തിരുമേനിയുടെ ഈ ഭദ്രാസനത്തിൽ ചുമതലയേറ്റതിന് ശേഷം ഇങ്ങനെ വല്ലതും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ തിരുമേനിയുടെ? ഞാനല്ലേ പറയാറുണ്ട്, ചില പള്ളിക്കാർ കേൾക്കും, ഭൂരിഭാഗം പള്ളിക്കാരും അങ്ങനെ ഇതുവരെ ആ ബോധ്യത്തിലേക്ക് വന്നിട്ടില്ല. കൽപ്പന എന്നുള്ള രീതിയിൽ കൊടുത്തിട്ടുണ്ടോ? ഇതിനകത്ത് ഞാൻ ഇപ്പൊ ശ്രമിക്കുന്നത് ഓറിയന്റേഷനാണ്, ബോധവൽക്കരണം. കൽപ്പന കൊണ്ട് നിരോധിക്കുക എന്നുള്ളത്. നമ്മൾ ആ ഒരു ചിന്താധാരയിലേക്ക് വരണം. ദൈവം വസിക്കുന്ന ഇടം, വിശുദ്ധ സ്ഥലം, ആ ചിന്തയിലേക്ക് നമ്മൾ വരാനായിട്ട് നിരന്തരമായി ഇത് പറഞ്ഞുകൊണ്ടിരിക്കണം. കൽപ്പന കൊണ്ട് നിരോധിക്കാവുന്ന ഒന്നല്ല ഇത്. തന്നെയല്ല, ആ ഒരു അന്തരീക്ഷത്തിൽ ഞാനും പള്ളിക്കാരും തമ്മിൽ ഒരു ക്ലാഷ് ഉണ്ടാകാമെന്നുള്ളതല്ല. അപ്പൊ ഇത് വൈദികരുടെ ഉത്തരവാദിത്വം. പള്ളികളിൽ, പ്രാർത്ഥന യോഗങ്ങളിൽ, ആത്മീയ സംഘടനകളിൽ ഇത് നിരന്തരം ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയം. ആദ്യം വൈദികരെ ബോധവൽക്കരിക്കണം. എല്ലാവർക്കും വേണം. ഇതിൻ്റെ അകത്ത് വേറൊരു പ്രതിസന്ധി എന്താണെന്ന് ചോദിച്ചാൽ, നമുക്ക് ഈ ഓർത്തഡോക്സ് സഭ എന്ന് പറയുന്ന ഒരു കുടുംബമാണ്. അതിനകത്ത് ബൈസന്റൈൻ, ഈസ്റ്റേൺ ഓർത്തഡോക്സ് ചർച്ചസും ഉണ്ട്, ഓറിയന്റൽ ഓർത്തഡോക്സ് ചർച്ചസും ഉണ്ട്. മറ്റേതെങ്കിലും ഓർത്തഡോക്സ് സഭകളിൽ പള്ളിയുടെ അന്തരീക്ഷത്തെ ഇങ്ങനെ ഉപയോഗിക്കുന്ന ആരും കണ്ടിട്ടുണ്ട് ഇല്ല. അത് ഭൂരിഭാഗം ആളുകൾക്കും അത് പരിചയവും ഇല്ല. എനിക്കിത്, അല്ലെങ്കിൽ എന്നെപ്പോലെയുള്ളവർക്ക് തോന്നാനുള്ള രണ്ടാമത്തെ കാരണം, മറ്റ് ഓർത്തഡോക്സ് സഭകൾ വിസിറ്റ് ചെയ്തുകൊണ്ട്. അപ്പൊ എൻ്റെ മറ്റ് സഭയിലെ, ഓർത്തഡോക്സ് സഭയിലെ ഒരു സ്നേഹിതൻ നമ്മുടെ ഒരു ചടങ്ങിന് ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് വന്നപ്പോൾ എൻ്റെ ചെവിയിൽ എന്നോട് ചോദിച്ചു, നിങ്ങൾ ഓർത്തഡോക്സ് ആണോ പ്രൊട്ടസ്റ്റന്റ് ആണോ? അപ്പൊ നമുക്കിതിനെ തിരിച്ചറിയാൻ കഴിയും. ഓർത്തഡോക്സ് എന്ന് പറയുന്നത് അതൊരു വേ ഓഫ് ലൈഫ്, ഒരു ജീവിത ശൈലി. ആ ജീവിത ശൈലിയിൽ നമ്മുടെ വസ്ത്രധാരണം, നമ്മുടെ ആഹാര രീതി, ആരാധനാ രീതി, ഇതെല്ലാം നമ്മുടെ പെരുമാറ്റം ഇതെല്ലാം ഉൾപ്പെട്ടിരിക്കുന്നതാണ്.
അപ്പോൾ അത് വിസ്മരിച്ചുകൊണ്ട് ഞങ്ങൾ ഓർത്തഡോക്സുകാരാണെന്ന് പറഞ്ഞ് നമ്മൾ കുറച്ച് കാര്യങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അത് പക്ഷേ പൊതു ഓർത്തഡോക്സ് കുടുംബത്തിൻ്റെ സ്വഭാവത്തിൽ നിന്ന് വളരെ വിഭിന്നമായിട്ടാണ് ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത്. അവിടെയും നമുക്ക് വേറൊരു പരാജയം സംഭവിക്കുന്നത്, ഈ സാംസ്കാരികമായ ചിഹ്നങ്ങളെ നമ്മൾ എടുക്കുന്നുണ്ട്. പക്ഷേ സാംസ്കാരികമായ ചിഹ്നങ്ങളെ നമ്മൾ ഉപയോഗിക്കുമ്പോഴും നമ്മുടെ പൗരസ്ത്യ ആരാധനയുടെ കോർ അതിലേക്ക് അതിനെ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ കൾച്ചറാണ് സ്പിരിച്വാലിറ്റി എന്നുള്ളൊരു തെറ്റിദ്ധാരണ. സാംസ്കാരികമായി നടക്കുന്ന കാര്യങ്ങളാണ്. ഉദാഹരണം പറഞ്ഞാൽ ഇപ്പോൾ റാസയെന്നോ പ്രദക്ഷിണമെന്നോ എന്ന് പറയുന്നതാണ് പെരുന്നാളിന്റെ ഏറ്റവും പ്രധാന ഘടകമെന്ന് നമ്മൾ ചിന്തിക്കാൻ തുടങ്ങി. അങ്ങനെ ഒരുപാട് പേര് ചിന്തിക്കുന്നവരുണ്ട്. അതല്ല, വിശുദ്ധ കുർബാനയാണ് ഒരു പെരുന്നാളിന്റെ ഏറ്റവും പ്രധാന ഘടകം. അപ്പൊ ആ ആരാധനയുടെ തലേന്ന് മിക്കവാറും പള്ളികളിൽ ഈ പ്രദക്ഷിണം ഒക്കെ നടക്കുന്നത്. അത് കഴിഞ്ഞിട്ട് വന്നിട്ടാണ് ചില പള്ളികളിലെങ്കിലും ഈ ആകാശവിസ്മയ കാഴ്ചയും പിന്നെ മറ്റ് പ്രോഗ്രാമുകളൊക്കെ നടക്കും. തിരുമേനി പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഈ പിന്നെ ആകാശ വിസ്മയ കാഴ്ചകളൊക്കെ അതൊന്നൊരു ശരിയായ രീതിയിൽ എന്ന് പറഞ്ഞാൽ ഒരു പരിധി കൂടുതൽ വേണ്ടെന്ന് ഞാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇതുപോലുള്ള ഒരു സാംസ്കാരിക കാര്യങ്ങൾക്കൊന്നും ഞാൻ എതിരല്ല. പക്ഷെ അതിനെ ആരാധനയിൽ കൊണ്ടുവരുന്നതിനോടാണ്, അല്ലെങ്കിൽ അതിനെ ആരാധന അതിന്റെ കീഴിലായി പോകുന്നു എന്നുള്ളതാണ് എൻ്റെ വിഷമം. ഇപ്പൊ ഇത് പറഞ്ഞാൽ ഇനിയും കോൺട്രവേഴ്സിയാണ്. വർഷങ്ങളായി നമ്മൾ നമ്മുടെ പ്രദക്ഷിണത്തിന് ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് നമ്മുടെ റാസയുടെ ഒരു ഉപകരണം. പക്ഷെ ഇതിനകത്ത് നിങ്ങൾ തന്നെ ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കി, ഇതേത് സംഗീത വിഭാഗത്തിൽപ്പെടുന്നു? അസുര സംഗീത വിഭാഗത്തിൽപ്പെടുന്നു. ദേവസംഗീതം അങ്ങേപ്പുറത്തുണ്ട്. അപ്പൊ നമുക്കിതിനെ ഒന്നും ഡിഫറൻഷിയേറ്റ് ചെയ്യാനായിട്ട് കഴിയും. അതിന് പഠനം ആവശ്യമുണ്ട്, ബോധവൽക്കരണം ആവശ്യമുണ്ട്. ഈ പഠിക്കാൻ ആരും തയ്യാറല്ല. പഠിക്കാൻ വിളിച്ചാൽ ഇപ്പൊ ഞാൻ പലപ്പോഴും ശ്രമിച്ചിട്ടുണ്ട് പഠിക്കാൻ ആളുകളെ വിളിക്കാൻ. അവർക്ക് അതിനൊന്നും സമയം. ഇത് തന്നെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കും. ഞാൻ പലയിടത്തും കാണുന്നുണ്ട്. നമ്മുടെ ഈ സുവിശേഷ കൺവെൻഷനുകൾ, ഈ കൺവെൻഷനുകളിൽ ഒരു പ്രധാന എല്ലാ ദിവസങ്ങളിലും കൺവെൻഷൻ സുവിശേഷ യോഗങ്ങൾ നടക്കും. അതിൽ ഒരു ദിവസം ഇപ്പൊ തന്നെ കൊട്ടാരക്കര കൺവെൻഷനിൽ ഒരു ദിവസം അച്ഛന്മാരുടെ പകൽ ക്ലാസ് എന്ന് പറഞ്ഞാൽ അച്ഛന്മാർക്കുള്ള ആ ക്ലാസ്സുകളിൽ പോലും അച്ഛന്മാർക്ക് കൺവെൻഷനിൽ പൊതുവെ അച്ഛന്മാർ വരുന്നത് കുറവാണ്. ഈ അവർക്ക് വേണ്ടിയുള്ള ക്ലാസ്സുകളിൽ പോലും പലപ്പോഴും പകുതി അച്ഛന്മാർ പോലും, ഭദ്രാസനത്തിൽ എത്ര അച്ഛന്മാരുണ്ടോ അതിലെ പകുതി അച്ഛന്മാർ പോലും ഈ പല ഇടത്തും നമ്മൾ കണ്ടുവരുന്നത് കാണുന്നില്ല. കാരണം അവർക്ക് അതിന് സമയമില്ല. അല്ല, നമുക്ക് എല്ലാ ഭദ്രാസനങ്ങളും വൈദിക മീറ്റിങ്ങുകൾ നടക്കും. ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെയൊക്കെ പഠനവും ഡിസ്കഷനും ഒക്കെ കൂടുതലും നടക്കുന്നത് വൈദിക മീറ്റിങ്ങുകളാണ്. അപ്പൊ അതുകൊണ്ട് അതിനുള്ളൊരു സാധ്യതയുണ്ട്. പിന്നെ ഈ പറഞ്ഞതുപോലെ കുറച്ചുകൂടെ ആളുകൾക്ക് പങ്കെടുക്കാമായിരിക്കും. വിവിധ കാരണങ്ങളല്ലാതെ പങ്കെടുക്കാതെ വരുന്നതാണ്. ഈ വൈദിക മീറ്റിംഗ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഔദ്യോഗിക ചടങ്ങ് മാത്രമല്ല. വൈദിക മീറ്റിങ്ങിലാണ് ഞങ്ങൾ വൈദികരുടെ ഓറിയന്റേഷൻ, കൂട്ടായ്മ, പഠനം, ഡിസ്കഷൻ ഇതെല്ലാം നടക്കുന്നത് അതിനകത്ത് നടക്കുന്നുണ്ട്. അതൊരു റെഗുലർ ബേസിൽ മിക്കവാറും എല്ലാ ഭദ്രാസനങ്ങളിലും ഉണ്ടാകും എന്നാണ് എൻ്റെ ഒരു വിചാരം.